വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ പുറത്ത് നല്ലോണം മഴ അടിച്ച് തിമിർത്ത് പെയ്യുന്നുണ്ട് ഗൈസ്. ഭയങ്കര മഴയാണ് കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മുടെ അപ്പുണ്ണീനെ സ്കൂളിലേക്കൊന്നും വിടുന്നില്ല, അവന് ചെറിയ പനിയും ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അമ്മ ദേ മീൻകറി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്നലെ രാത്രി വെച്ചതാണ്, പക്ഷെ നമ്മൾ ആരും കൂട്ടിയിട്ടുണ്ടായില്ല. നല്ല മീൻകറി. അപ്പോൾ അത് രാവിലെ എടുത്ത് നല്ലോണം ചൂടാക്കി ഒന്നും കൂടെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പയറുപ്പേരിയും പിന്നെ ഇന്നലെ വെച്ച കറി, അതായത് താളുകറി ഉണ്ടായിരുന്നു. ഈ താളുകറി ഒന്നും അങ്ങനെ നാശാവില്ലേ, കേടാവില്ലേ. അതായത് ഇലക്കറി ആയതുകൊണ്ട് നമ്മൾ വെറുതെ കളിയുകയില്ല. ഇലക്കറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും ഉണ്ട്. പിന്നെ അതേ ഉണക്കലും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കൽ മാത്രമല്ല, നമ്മൾ പച്ചമീനും വറുത്തതുണ്ട് കേട്ടോ. കുറച്ച് അയില വറുത്തതും ഉണ്ട്. നമ്മുടെ കുഞ്ഞുവിന് ഉണക്കലിനെക്കാട്ടും ഇഷ്ടം പച്ചമീനാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് നല്ല ചൂട് ചോറും കറികളുമാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു, അടുക്കളെല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ അപ്പുണ്ണീനെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ. ആളാകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അവനിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് അവനിന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. അവനിനി ഭക്ഷണമെല്ലാം കൊടുക്കണം. ഏട്ടൻ പോകുമ്പോൾ നമ്മുടെ അപ്പുണ്ണീനെ അമ്മയാണ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടൻ പോകുന്ന വഴിക്ക് അവരെ ഹോസ്പിറ്റലിൽ ഇറക്കി കൊടുക്കും. ഞാൻ മൂത്തമ്മൻ്റെ അവിടെ പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ചൂട് ചോറെടുത്തിട്ട് അതിലേക്ക് നല്ല പരിപ്പും അതുപോലെ മുരിങ്ങച്ചപ്പും ചക്കക്കുരും ഒക്കെ ഇട്ട് നല്ലൊരു താളുകറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തലേന്നത്തെ കറിയാണ്, ഉപ്പേരി മാത്രമാണ് നമ്മൾ ഇന്ന് രാവിലെ വെച്ചത് കേട്ടോ. അതുപോലെ മീൻകറി നമ്മൾ രാത്രി വെച്ചതാണ്, പക്ഷെ ആരും കൂട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് രാവിലെ നല്ലോണം വറ്റിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പയറുപ്പേരിയും ഒരു മീൻ വറുത്തതും അതുപോലെ തന്നെ മീൻ ചാറും ഒഴിച്ചിട്ട്, ഏട്ടന് പിന്നെ മീൻ വറുത്തതുണ്ടെങ്കിൽ കറിയിലെ മീൻ വേണ്ട കേട്ടോ. ഏട്ടന് മീനിനോട് വലിയ കമ്പൊന്നും ഇല്ല. അപ്പോൾ കറിയിലെ ചാറ് മാത്രമാണ് ഉറ്റിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ദേ ഏട്ടനുള്ള ചോറെല്ലാം റെഡിയായി. അതുപോലെ തന്നെ ഞാനും ചോറെടുത്തിട്ടുണ്ട്. എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്കിങ്ങനെ തലേന്നത്തെ കുറേ ഇതേപോലെ കറികളെല്ലാം കാണുമ്പോൾ വേഗം ചോറ് ഉണ്ണണം കേട്ടോ. ഭയങ്കര ഒരു കൊതിയാണ്. അങ്ങനെ ഞാനും ചോറെടുത്ത്, ചോറ് തൊണ്ടയിൽ കെട്ടാണ്ടിരിക്കാൻ വെള്ളം കരുതിയിട്ടുണ്ട്. തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴയാണ്, അതുകൊണ്ട് ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏട്ടനും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഏട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് കുളിച്ച് റെഡിയായിട്ട് ഏട്ടൻ പോകുമ്പോഴത്തേക്കും നമുക്കും പണിയെല്ലാം റെഡിയാക്കി ഏട്ടൻ്റെ കൂടെ വേഗം ചാടി ഓടി പോകണം കേട്ടോ. അപ്പം ഞാൻ വേഗം വന്നിട്ട് കിടക്കയെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. ബെഡെല്ലാം വിരിച്ച് സെറ്റാക്കി ഇടുകയാണ്. അപ്പോൾ എൻ്റെ പുറകെ കുഞ്ഞു നടക്കുന്നുണ്ട്. ഞാൻ ഒരു ഭാഗം റെഡിയാക്കി വരുമ്പോൾ അവൻ ഒരു ഭാഗം വൃത്തിയേടാക്കി വരും. അതാണ് അവൻ്റെ പരിപാടി. എൻ്റെ പുറകെ നടന്നുകൊണ്ട് എങ്ങനെയാണെങ്കിലും സെറ്റാവില്ല കേട്ടോ. പിന്നെ ഞാൻ പറയുന്നുണ്ട്, മോനെ ഏട്ടന് കൊണ്ടൊരു ജാക്കറ്റ് കൊടുക്കുക, തണുപ്പല്ലേ. അപ്പുണ്ണിന് ഇനി തണുപ്പ് കൊള്ളിക്കാനേ പറ്റില്ല, അവന് വേഗം ശ്വാസം മുട്ടൊക്കെ ഇളകും. അതുകൊണ്ട് ജാക്കറ്റ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനതെടുത്ത് പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ജാക്കറ്റ് അവൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടു തരുന്നുണ്ട് കേട്ടോ. ചേട്ടൻ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതേ പുതപ്പെല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ വേണ്ടി, അത് കയ്യോടെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ്റെ കുളിയും മാറ്റലും മുരിങ്ങലും എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒതുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അടുക്കളയിൽ ഏകദേശം പണിയെല്ലാം അമ്മ നോക്കുന്നുണ്ട്. പിന്നെയെന്ന് പറയുന്നത് കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു. അമ്മ അത് അലക്കിയും കൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു ജോലി എന്ന് പറയുന്നത് ഈ തുണി മടക്കലൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിടും. എന്നിട്ട് അവസാനം ഏതെങ്കിലും ഒരു ദിവസം റിസ്ക് എടുത്തിട്ട് കുറേ ടൈം എടുത്തിട്ട് മടക്കി വെക്കും. എന്നോട് അമ്മ എപ്പോഴും പറയും, നിനക്ക് കൈയോടെ അതങ്ങ് മടക്കി വെച്ചുകൂടെയെന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് എന്തായാലും വിചാരിച്ചു, ഇത് ഇന്നലെയൊക്കെ ആറിയിട്ട തുണിയാണ്, ആറി ഉണങ്ങിയ തുണി. അപ്പോൾ ഞാനത് കൈയോടെ അങ്ങനെ ബെഡ് വൃത്തിയാക്കിയപ്പോൾ വേഗം അതും അങ്ങനെ മടക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം. പിന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം വേഗം പെട്ടെന്ന് ജോലി തീർന്നോളൂ. അപ്പോൾ ക്യാമറ ഓൺ ആണല്ലോ, അതുകൊണ്ട് ഭയങ്കര സ്പീഡ് ചെയ്യും കേട്ടോ. അങ്ങനെ തുണിയെല്ലാം ഏകദേശം ആരതൊക്കെയാണോ അതൊക്കെ വെവ്വേറെ മടക്കി വെക്കുന്നുണ്ട്. പിന്നെ എന്നെ സഹായിക്കാൻ വേണ്ടി കുഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇരട്ടി പണി തരും കേട്ടോ അവന്. അങ്ങനെ ഞാൻ അവനെ ഓടിച്ച് വിട്ടിട്ടുണ്ട്. ഓടിച്ച് വിട്ടാലും പിന്നെ എൻ്റെ പുറകിൽ വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ മടക്കിയ തുണികളെല്ലാം അലമാരയിൽ അവരവരുടെ ഭാഗത്തേക്ക് മടക്കി ഒതുക്കി വെക്കുകയാണ് അടുത്ത പരിപാടി. അങ്ങനെ ഏട്ടനെ ഏകദേശം ഒരുങ്ങി സെറ്റാകുന്നുണ്ട്. ഏട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വേഗം റെഡിയാക്കി കേട്ടോ, പോകണം, എനിക്ക് ഓഫീസിലെത്താൻ ടൈം ആയിട്ടുണ്ട്, നിങ്ങളെ കളിക്കുന്നത് ശരിയാവില്ല എന്നൊക്കെ. അപ്പോൾ വീട് ഈ അലങ്കോലാക്കി ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം വൃത്തിയാക്കി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം വൈകി വന്നാലൊരു സമാധാനമാണ്. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിൽ ഞാൻ മൂത്തമ്മൻ്റെ അവിടെ പോയി നിൽക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജോലിയെല്ലാം അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും വേഗം സെറ്റാക്കി റെഡിയാക്കി വെക്കുന്നത്. മഴ തുടങ്ങിയാൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം പുതച്ച് മൂടി കിടക്കാനാണ് തോന്നുള്ളൂ. പണി ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. കിടക്കുന്ന എഴുന്നേൽക്കാനേ തോന്നില്ല കേട്ടോ. എനിക്ക് ഈ മക്കളെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. എല്ലാവരും സ്കൂളിൽ പോകുന്ന പാവം കുഞ്ഞുങ്ങൾ. പിന്നെ ദേ അപ്പുണ്ണിക്കും കുഞ്ഞുണ്ണിക്കും കുറച്ച് സ്നാക്സ് കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൂന് ഒന്നും വേണ്ട കേട്ടോ. രാവിലെ ചോറൊന്നും കൊടുത്തിട്ട് അവൻ കഴിച്ചിട്ടില്ല. അങ്ങനെ അവനതേ ഒരു കേക്ക് കഴിക്കുന്നുണ്ട്. കുഞ്ഞുന് ഭയങ്കര ഇഷ്ടമാണ് ഈ നുറുക്ക് മറക്ക് പോലത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കറുമുറു സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് കുറച്ച് കപ്പപ്പൊരിയും കൂടെ കപ്പ നുറുക്കും കൂടെ എടുത്തിട്ടുണ്ട്. അവനത് കഴിക്കുന്നുണ്ട്. നമ്മുടെ അപ്പൂന് അതൊന്നും കടിച്ച് മല്ലിടാനുള്ളൊരു പല്ലിനൊരു ത്രാണി ഇല്ലാത്തതുകൊണ്ട് അതിൽ ഭയങ്കര റിസ്ക് എടുത്ത് കഴിച്ചിട്ടില്ല കേട്ടോ. അവന് ഏറ്റവും സുഖം കഴിക്കാൻ കേക്കാണ്. അപ്പോൾ അവനത് ഒരെണ്ണെടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനിത് അടിച്ച് വരുന്നിപ്പോൾ തുടയ്ക്കുന്നില്ല, നമ്മൾ ഇന്നലെ തുടച്ചിട്ടതാണ്. ഇവിടെ തുടച്ചാലും ഭയങ്കര തണുപ്പായിരിക്കും. ഈ തണുപ്പത്തൊന്നും കൂടെ തുടച്ചാൽ ഭയങ്കര തണുപ്പായിരിക്കും. ഇത് ടൈലല്ലല്ലോ, ടൈൽസ് അല്ലാത്തതുകൊണ്ട് തന്നെ കാവി ആയതുകൊണ്ട് കാവിക്ക്
അമ്മയ്ക്ക് ഭയങ്കര തണുപ്പാണ് കേട്ടോ. അങ്ങനെ അതേ അടുക്കളയും കൂടെ ക്ലീനാക്കി അടിച്ച് വാരി എടുക്കുകയാണ്. നമ്മൾ കവറെല്ലാം വേറെ കെട്ടി നമ്മൾ വെക്കണം കേട്ടോ. കവറൊക്കെ നമ്മൾ മാസം മാസം നമുക്കിങ്ങനെ കവർ എടുക്കാൻ വരുമല്ലോ പ്ലാസ്റ്റിക്, അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയൊക്കെ ഇങ്ങനെ കൊടുക്കലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുക്കളയും കൂടെ വൃത്തിയായി അടിച്ച് വാരി എടുക്കുന്നുണ്ട്. ഇനി ഈ വേസ്റ്റിലും കൂടെ നമുക്ക് വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അടുക്കളയും ക്ലീനായി. അമ്മ അപ്പോഴത്തേക്ക് അലക്കൽ കഴിഞ്ഞു. അടുക്കളയിൽ കുറച്ച് നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ പിന്നെയുണ്ടായിരുന്നു, അതെല്ലാം അമ്മ കഴുകി അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ ഒരുങ്ങി കഴിഞ്ഞു. ഏട്ടൻ ഒരുങ്ങിയിട്ടും പിന്നെ ഞങ്ങളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടോ. പിന്നെ ആരും രാവിലെ കുളിച്ചിട്ടൊന്നും ഉണ്ടായില്ല, ഏട്ടൻ മാത്രമാണ് കുളിച്ചിട്ടുള്ളത്. പിന്നെ അപ്പുണ്ണി സ്കൂളിൽ പോകുമ്പോൾ അവനും കുളിക്കും. വയനാട്ടിലെ മഴക്കാലം തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ ഗൈസ്, ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. അതുകൊണ്ട് അപ്പുണ്ണീൻ്റെ തലയൊന്നും ഇനി അധികം എന്നും നനയ്ക്കാനൊന്നും പറ്റില്ല, 2 ദിവസമൊക്കെ നനയ്ക്കാൻ പറ്റുള്ളൂ. അമ്മ അലക്കെല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് കേട്ടോ. ക്ലിപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ തുണിയെല്ലാം അപ്പുറത്തെ തൊടിയിൽ കിടക്കും, അതുകൊണ്ട് എല്ലാത്തിനും ക്ലിപ്പൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അലക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. ഇവിടെ ഈ വരാന്ത പോലെയുള്ളൊരു സ്ഥലത്ത് വെള്ളം ഇട്ടൊന്ന് അടിച്ച് കഴുകിയിടും. അപ്പോൾ വെള്ളം എല്ലാം ഒന്ന് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഹോൾസ് കൂടെയാണ് നമ്മൾ അലക്കിയ വെള്ളമൊക്കെ താഴോട്ട് പോകുന്നത്. അപ്പോൾ കനാലിലെല്ലാം ഏകദേശം വെള്ളമായിട്ടുണ്ട് കേട്ടോ. കാരണം മഴയാണെങ്കിൽ രാത്രിയൊക്കെ നിൽക്കാതെ പെയ്യാണ്. ഇവിടെയാണെങ്കിൽ കുളിക്കാനാണ് തോന്നുന്നു വെള്ളം വെച്ചിട്ടുള്ളത്, ഒന്ന് കുടിക്കാനും ഒന്ന് കുളിക്കാനാണ് തോന്നുന്നത്. അമ്മയ്ക്ക് കുളിക്കാനാ തോന്നുന്നുണ്ട് കേട്ടോ. അമ്മ മേല് കഴുകാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്, കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് വരണമല്ലോ. അപ്പൂനെ പിന്നെ കുളിപ്പിക്കുന്നൊന്നുമില്ല, അങ്ങനെ ഡ്രസ്സ് മാറ്റി എടുക്കുകയാണ്. അപ്പം ഒരെണ്ണം കുടിക്കാനും ഒരെണ്ണം കുളിക്കാനും ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ, കാരണം ചൂടുവെള്ളമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുണ്ണി സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി പോയപ്പോഴത്തേക്ക് ഇവിടെ കണ്ടിലാക്കിയിട്ടിട്ടുള്ളത് ബേക്കറി എല്ലാം അവിടെ എല്ലാം മറിച്ചിട്ട് എന്നിട്ട് എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ട് അമ്മയെ വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുകയായിട്ട് എന്നോട്. അവനറിയാം ഞാൻ ചീത്ത അറിയുന്നുണ്ട്, അപ്പോൾ എന്നെ സോപ്പിടുകയാണ്. അവന് ഭയങ്കര വില്ലനാണ്. അവിടെ എല്ലാം തൊഴിച്ചിട്ട് മിച്ചറല്ല കേക്കിൻ്റെ പൊടിയും അതുപോലെ കപ്പപ്പൊരിയും എല്ലാം കൂടെ പിന്നെ അടിച്ച് വാരി കളഞ്ഞിട്ടോ. പിന്നെ വെള്ളം കുടിപ്പിക്കലാണ്. വെള്ളം കുടിപ്പിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാസ്ക്കാണ്. ആരാണ് ഫസ്റ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം കുടിക്കുള്ളൂ. അപ്പോൾ അപ്പുണ്ണി വേഗം കുടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുണ്ണി അതുപോലെ തന്നെ വേഗം കുടിച്ച് തീർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞാലേ കുടിക്കുള്ളൂ, 2 എണ്ണം. അങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ആരാണ് ഫസ്റ്റ് അടിക്കുക എന്ന് പറയണം. അങ്ങനെ അവനും കുടിച്ചിട്ടുണ്ട് മുഴുവൻ. കുഞ്ഞു വെള്ളം കുടിച്ചതിന് ശേഷം അപ്പുണ്ണീനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പത്തോടെ തുടങ്ങിയ സ്വഭാവമാണ് ഇത്. ആര് കാണിച്ചിട്ടാണെന്നൊന്നും എനിക്കറിയില്ല. നാവ് നീട്ടിയും കൊണ്ട് കളിയാക്കുന്നത്. എനിക്ക് തോന്നുന്നു അപ്പുണ്ണി തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും മിക്കവാറും. അവൻ കാണിക്കുന്ന പോലെ അവൻ്റെ അടുത്ത് പോയിട്ട് കളിയാക്കാണ് കേട്ടോ. കണ്ട നാവ് നീട്ടിയിട്ട് കളിയാക്കാണ്. 2 കൈ ചെവീൻ്റെ മുകളിലും വെക്കും കേട്ടോ. എന്നിട്ട് അങ്ങനെ കളിയാക്കലുണ്ട് നമ്മളെ കുഞ്ഞുണ്ണി. അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ചെന്നിയായം. ഇവിടെ ചെന്നിയായം എന്നാണ് പറയുന്നത്. ചെന്നി നായകം എന്നും പറയുന്ന കേൾക്കലുണ്ട് കേട്ടോ. എന്തായാലും പാലുകൂടി നിർത്താൻ വേണ്ടി നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഇത് ബ്രസ്റ്റിൽ തേച്ച് കൊടുക്കും. അത് നല്ല കയ്പ്പാണ് കേട്ടോ ഗൈസ് സംഭവം. പക്ഷെ നമ്മുടെ കുഞ്ഞുണ്ണിക്ക് ഞാൻ ഇതെല്ലാം തേച്ച് കൊടുത്തിട്ട് അവന് എത്രയാണെങ്കിലും കൂടി നിർത്തുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൻ പറയുന്നുണ്ട് വേണ്ടാന്ന്. അവൻ തുടച്ചിട്ട് അവൻ പിന്നെയും കുടിക്കുക തന്നെയാണ്. പിന്നെ കുറച്ച് നേരം ഇത് കാണുമ്പോൾ വരില്ല എൻ്റെ അടുത്തേക്ക്. അപ്പോൾ പതുക്കെ അവൻ്റെ പാലുകൂടി നിർത്തണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇതിങ്ങനെ തേച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നാലും വരും. കുറച്ച് കഴിയുമ്പോൾ കരഞ്ഞ് ഉറങ്ങാൻ നേരത്തൊക്കെ അവന് വേണം, പാല് കുടിക്കണം. അപ്പോൾ അവൻ തുടച്ചിട്ടൊക്കെ അവൻ കുടിക്കും. പിന്നെ ഉറക്കത്തിൽ അവന് കയ്പും അറിയില്ല, മധുരം അറിയില്ല, ഒന്നും അറിയില്ല കേട്ടോ. അങ്ങനെ അത് തേച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. നമ്മുടെ കുഞ്ഞുണ്ണി ഇപ്പോഴും പാലുകൂടിയൊന്നും നിർത്തിയിട്ടില്ല കേട്ടോ. പലരും മെസ്സേജ് ചെയ്യലും ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അവൻ കുടിയൊന്നും നിർത്തിയിട്ടില്ല, അവൻ ഇനി പതുക്കെ നിർത്തണം. അവന് 2.5 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അപ്പുണ്ണീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. അങ്ങനെ മുത്തമ്മൻ്റെ അവിടെ വണ്ടി കയറിയിട്ട് കാറിൽ കയറി അവിടെ ഇറങ്ങും. പിന്നെ വൈകുന്നേരം വന്നിട്ടായിരിക്കും ഇനി കുളിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ ഏട്ടൻ്റെ കാറെല്ലാം എടുത്ത് വരുന്നുണ്ട്. നമ്മുടെ അപ്പുണ്ണിക്ക് ജാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ് കേട്ടോ. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിലൊക്കെ കയറി ഇവിടെയൊക്കെ ശൂന്യമായി കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നെ മുത്തമ്മൻ്റെ അവിടെ ഇറക്കിയിട്ട് ഇവർ നേരെ കൽപ്പറ്റയിലേക്ക് പോകും. അപ്പുണ്ണീനെ അമ്മേനെ ഹോസ്പിറ്റലിൽ ഇറക്കും, ഏട്ടൻ ഡ്യൂട്ടിക്കും പോട്ടോ. അങ്ങനെയാണ് പരിപാടി. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, നടക്കേണ്ട ദൂരമൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് മുത്തമ്മൻ്റെ അവിടേക്ക്. പിന്നെ ഞാൻ എന്താ പറയുക, ഏട്ടൻ പോകുന്ന സമയത്ത് പോവുകയാണെങ്കിൽ നമുക്ക് മഴ നനയാണ്ട് വേഗം വണ്ടി പോകാമല്ലോ. അപ്പോൾ വണ്ടി കയറി കുഞ്ഞിൻ്റെ സ്വഭാവം മാറും കേട്ടോ. അവന് ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കേക്കും കൂടെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കേക്ക് വന്നിട്ട്. പിന്നെ അപ്പുണ്ണി ഹോസ്പിറ്റലിലെല്ലാം പോയി വന്ന് അവന് മരുന്നെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൊലായിൽ ഇരുന്നിട്ട് മുത്തമ്മൻ്റെ കൊലായിൽ ഇരുന്നിട്ട് കടലയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ കടലയ്ക്ക് പട്ടാണിക്കടല എന്നാണ് ഇവിടെ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുന്നാരെ എല്ലാവരും ഇരുന്നിട്ട് കൊലായിൽ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ കടലെല്ലാം തിന്ന് ഓരോ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുണ്ണിയുടെ മുഖത്ത് ഇപ്പോഴും ക്ഷീണുണ്ട്. അവന് പിന്നെ കടലയിൽ മല്ലിടാൻ പറ്റില്ല എന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ ഒരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2 ആൾക്കും ഇങ്ങനത്തെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അപ്പൂന് കൊടുക്കുന്നുണ്ടപ്പോൾ കുഞ്ഞും കൂടെ വാങ്ങി ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആകാശം ഇരുണ്ട് മൂടി വരുന്നുണ്ട് കേട്ടോ. അടുത്ത മഴയ്ക്കുള്ള കോളായി എന്നാണ് തോന്നുന്നത്. മഴ പെയ്തുകൊണ്ടും ചാറിയും കൊണ്ടും തന്നെ ഇരിക്കുകയാണ് കേട്ടോ. മഴ നിന്നിട്ടേ ഇല്ല. ഒന്ന് കുറയുമെങ്കിലും പിന്നെ അതിശക്തമായിട്ട് അതിൻ്റെ ഇരട്ടിയിലാണ് മഴ പിന്നെയും പെയ്യുക കേട്ടോ. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ മഴ പിന്നെയും നല്ലോണം പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കും കിട്ടിയ ഒരു കഷ്ണം കേക്ക്, അത് കുഞ്ഞു കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അവന് വേണ്ടായിരുന്നു കേക്ക്, എന്നാലും അപ്പു കഴിക്കുന്ന കണ്ടപ്പോൾ കുശുമ്പും കൊണ്ട് വാങ്ങി കഴിച്ചതാണ് കേട്ടോ. മഴ പറഞ്ഞതുപോലെ തന്നെ നല്ലോണം പെയ്യാൻ തുടങ്ങി. ഞാൻ അപ്പോഴത്തേക്കും പോയി കുറച്ച് ലിപ്സ്റ്റിക് ഒരു പൊട്ടൊക്കെ തൊട്ട്, വേറെ ഒന്നുമല്ല, എനിക്ക് സീരീസ് എടുക്കാൻ
എടുക്കാനുണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ഷൂട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടില്ല, മുഖത്ത് മാത്രം കുറച്ച് ലിപ്സ്റ്റിക്കും ഒരു പൊട്ടും വെച്ച്, അത്രയേ ഉള്ളൂ കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അത് ഉപ്പും മുളകും ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് കഴിച്ചു. ഇവിടെ വന്നാലുള്ള പൊതുവേ ഉള്ള ഒരു സ്ഥിരം പരിപാടിയാണ് മാങ്ങയും മുളകും ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ ചായ കൂടെയും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച്. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ.